ഇന്ന് താങ്ക്സ് ഗിവിങ് ദിനത്തിൽ നമുക്ക് കറുത്ത വർഗ്ഗക്കാർക്ക് കുറച്ച് നന്ദി പറയാം. അവരാണ് വാസ്തവം പറഞ്ഞാൽ നമ്മുടെയൊക്കെ വരവിന് മുന്നോടിയായിട്ട് പ്രവർത്തിച്ചത്. അവരുടെ പ്രവർത്തനങ്ങളില്ലായിരുന്നെങ്കിൽ നമ്മളാരും ഇവിടെ വരാൻ പോകുന്നില്ല. പക്ഷേ നമ്മളാരും അത് അംഗീകരിക്കില്ല. കാരണം കറുത്തവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെള്ളക്കാരേക്കാൾ വലിയ വെള്ളക്കാരാണ്, അതിനേക്കാൾ വലിയ വർഗീയവാദികളാണ് നമ്മൾ ഇന്ത്യക്കാർ. അതാണ് നമ്മുടെ മനഃശാസ്ത്രം. അപ്പം നമ്മൾ വെള്ളക്കാരെ പോലും അംഗീകരിക്കുന്നില്ല. പിന്നെ അവരുടെ തൊലി വെളുത്തതായതുകൊണ്ട് അവരെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല, നമ്മളെക്കാൾ നല്ല തൊലിയായതുകൊണ്ട് നിറം. അപ്പോൾ അങ്ങനത്തെ ഒരു ജാതി മനുഷ്യരാണ് നമ്മൾ. പക്ഷേ ഈ കറുത്ത വർഗ്ഗക്കാർ ഇവിടെ അനുഭവിച്ച പീഡനങ്ങളും പിന്നീട് അതിനെതിരെ അവർ നടത്തിയ സമരങ്ങളും, അവർ നടത്തിയ നേരിട്ടുള്ള സമരങ്ങളും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നടത്തിയ സമരങ്ങൾ, അവരെ അനുകൂലിച്ചുകൊണ്ട് ഉണ്ടായുള്ള പ്രതികരണങ്ങൾ, എബ്രഹാം ലിങ്കൻ അടക്കമുള്ള ആ കാലഘട്ടം മുതലുള്ള ആളുകൾ, അവരെ അനുകൂലിച്ച് വന്ന ആളുകൾ, ഇവരുടെ എല്ലാം ഒരു സൗമനസ്യമാണ്. വാസ്തവം പറഞ്ഞാൽ അവരെല്ലാം കൈവരിച്ച നേട്ടങ്ങൾ, അതിൻ്റെ ഒരു പാത പിൻപറ്റിയാണ് നമ്മളൊക്കെ ഇവിടെ എത്തിച്ചേരുന്നത്. ഇവിടെ നിയമങ്ങളൊക്കെ മാറുന്നതിന് ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നിയമങ്ങളൊക്കെ മാറ്റിയത്. ആ നിയമങ്ങൾ മാറുന്നതിന് മാറിയില്ലായിരുന്നെങ്കിൽ ഇവിടെ സ്ത്രീകൾക്ക് വോട്ടവകാശമില്ലായിരുന്നു. ഇനി വെള്ളക്കാർക്ക് തന്നെ ടാക്സ് അടയ്ക്കുന്ന ഭൂമിയുള്ള അവർക്ക് മാത്രമേ ഇവിടെ വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഒരിക്കൽ ന്യൂയോർക്ക് സെനറ്റർ ചക് ഷൂമർ തന്നെ പറയുണ്ടായി, അന്നത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനും വോട്ടവകാശമില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള സ്ഥാനങ്ങളൊന്നും വഹിക്കാനുള്ള സ്ഥിതി ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം ക്രമേണ മാറിയാണ് അമേരിക്ക ഇന്നത്തെ നിലയിലെത്തുന്നത്. അപ്പോൾ അമേരിക്ക ഇന്നത്തെ നിലയിൽ പുരോഗതി പ്രാപിക്കുന്നതിൽ ഈ കറുത്തവർഗ്ഗക്കാരുടെ ആ സമരങ്ങളും പ്രക്ഷോഭങ്ങളും അവരെ അനുകൂലിച്ചവരുടെ പ്രതിഷേധങ്ങളും ഇതെല്ലാം കൂടി ചേർന്നതാണ്. അതെല്ലാമാണ് നമ്മളെ ഇവിടെ എത്തിപ്പെടുന്നതിന് പ്രധാനമായിട്ടും കാരണമായത്. അതിനുപരി നമ്മളിവിടെ വരുന്നതിന് നമുക്കറിയാം, നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മളെ കൊണ്ടുവന്ന ആളുകൾ, ഇവരെല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും അവരോട് അഗാധമായ നന്ദി നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ ബന്ധുക്കൾ സ്പോൺസർ ചെയ്ത് ഇവിടെ വരുന്നവർ, അവർ പലരും ഈ ഗ്രീൻ കാർഡ് എന്നൊക്കെ പറഞ്ഞാൽ ഏതോ ഒരു നിസ്സാര കാര്യം പോലെയാണ്. കാരണം ബന്ധുക്കൾ സ്പോൺസർ ചെയ്തു, അവർ തന്നെ കാശ് മുടക്കി, അവർ തന്നെ ആയിരിക്കും മിക്കവാറും ടിക്കറ്റ് എടുത്ത് കൊടുത്ത് ഇവിടെ കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവരുന്ന കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെ അവർ ഈ കൊണ്ടുവന്ന ആളുകളുമായിട്ട് പിണങ്ങും, അല്ലെങ്കിൽ അവർക്കെതിരെ തിരിയും. ഇതാണ് നമ്മൾ സാധാരണയായിട്ട് കാണുന്ന ഒരു കാര്യം. പക്ഷേ ഈ ഗ്രീൻ കാർഡ് കിട്ടാൻ വേണ്ടി ഇവിടെ ഏതാണ്ട് 4-5 ലക്ഷം 6-7 ലക്ഷം ഇന്ത്യക്കാർ, ഇവിടെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യക്കാർ ഇവിടെ കാത്തു നിൽപ്പുണ്ട്. ഈ ഉയർന്ന ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾ, അവർക്ക് ഈ ഗ്രീൻ കാർഡ് കിട്ടുന്നില്ല. കാരണം ഓരോ വർഷവും 9300 ഗ്രീൻ കാർഡാണ് ഈ എംപ്ലോയ്മെൻറ്റ് ബേസിൽ ഈ ഇന്ത്യക്കാർക്ക് കൊടുക്കുക. ഓരോ കൺട്രി കോട്ട ഉണ്ട്. അങ്ങനെ ആ കൺട്രി കോട്ട ഉള്ളതുകൊണ്ട് ഇത്രയും ലക്ഷം പേർക്ക് കിട്ടണമെങ്കിൽ എത്രയോ വർഷങ്ങൾ കഴിയേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള വിഷമതകൾക്കിടയിൽ ഇങ്ങനെ ഈ ബന്ധുക്കളൊക്കെ ഫയൽ ചെയ്ത് വളരെ ഗ്രീൻ കാർഡിൽ തന്നെ ഇങ്ങോട്ട് വരുന്നവർ, മറ്റവരെ എല്ലാം ഏതെങ്കിലും വിസയിലാണ് വരുന്നത്. അപ്പോൾ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാണുമ്പോഴാണ് ഇവർ എത്ര ഈസി ആയിട്ടാണ് വരുന്നതെന്ന് നമ്മൾ കാണുന്നത്. അപ്പം എന്നാലും ആ നന്ദി പലപ്പോഴും ഉണ്ടാകാറില്ല. ഇപ്പം നന്ദിക്ക് വേണ്ടിയല്ലല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ കടമകളോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. അതിനിപ്പം നന്ദി കിട്ടിയെന്നിരിക്കാം, കിട്ടിയില്ലെന്നിരിക്കാം. അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരേണ്ടതില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഈ കറുത്തവർഗ്ഗക്കാരുടെ സമരങ്ങളിൽ അവരെ ഉണ്ടാക്കിയ ഒരു പശ്ചാത്തലം, ആ പശ്ചാത്തലത്തിൽ നിന്നാണ് പിന്നെ ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ആ മാറ്റങ്ങൾ പിടിച്ചാണ് നമ്മൾ ഇവിടെ വരികയും ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ വരുന്നതിന് പിന്നിൽ ഇങ്ങനെ നമ്മളെ സഹായിച്ചവരും അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുവരാൻ സഹായിച്ചവരും അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച സ്ഥാപനങ്ങൾ ഇതെല്ലാം ഉണ്ട്. പിന്നെ ഇതിനെല്ലാം ഉപരി ഈ നിത്യചൈതന്യതി അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം ഇങ്ങനെ ചെറുപ്പകാലത്ത് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ എവിടെയോ ഏതോ ഒരു റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ഇരിക്കുകയാണ്. എവിടെ പോകണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ ഒരു പോലീസുകാരൻ വന്ന് ചോദിച്ചു എവിടെ പോകണം. അപ്പോൾ ഇയാൾക്ക് അറിഞ്ഞുകൂടെ അദ്ദേഹത്തിന് അറിയില്ല എങ്ങോട്ട് പോകണമെന്ന്. അപ്പം പോലീസുകാരൻ വണ്ടിക്കുരിക്കുള്ള കാശ് കൊടുത്തിട്ട് ഊട്ടിക്ക് പോയിക്കോളാൻ പറഞ്ഞു. ഊട്ടിയിൽ അവിടെ ഫേൺ ഹില്ലിൽ നടരാജ ആശ്രമമുണ്ട്. ആ ആശ്രമത്തിൽ ചെന്ന് പിന്നീട് ആശ്രമത്തിൻ്റെ അധിപതിയാവുകയും വലിയ എഴുത്തുകാരനാവുകയും ഒക്കെ ചെയ്തതാണ്. ഫിലോസഫറും എഴുത്തുകാരനുമൊക്കെ ആയി മാറിയത്. നമ്മുടെ അമേരിക്കൻ മലയാളികൾക്ക് പ്രത്യേകിച്ച് അദ്ദേഹത്തെപ്പറ്റി അത്ര അറിയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇവിടെ വന്നിട്ടുമുണ്ട്, മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മൾ അവിടെ ഇരിക്കുന്നു, അജ്ഞാതമായ ഒരു കരം വന്ന് നമ്മളെ നയിക്കുകയാണ് ചെയ്യുന്നത്, നീ ഇങ്ങോട്ട് പോയിക്കോ. ആ പോലീസുകാരനായിട്ടായിരിക്കാം ആ അജ്ഞാതമായ ശക്തി നമ്മളെ നയിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഏതോ അജ്ഞാത ശക്തി, നമ്മളെക്കാൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള എത്രയോ പേര് ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്, അമേരിക്കയിൽ വരാൻ എത്രയോ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവർക്കാർക്കും വരാൻ പറ്റുന്നില്ല. ഇനി വന്നാൽ തന്നെ
അവർക്ക് ഇവിടെ പിന്നെ സ്ഥിരമാകാനോ ഇവിടെ സിറ്റിസൺ ആകാനോ ഒന്നും പറ്റിയെന്ന് വരുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുന്നു. ഇപ്പം തന്നെ നമുക്കറിയാം ഈ സിറ്റിസൺഷിപ്പൊക്കെ ഇല്ലാത്ത ആളുകളോട് പിന്നെ അതിക്രൂരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ എത്രയോ ദുഃഖകരമായ ഒരു കാര്യമാണത്. വാസ്തവം പറഞ്ഞാൽ അമേരിക്ക പോലെ ഇത്രയും വലിയൊരു രാജ്യത്ത് ഈ ഇവിടെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ 20-30 വർഷങ്ങളായിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളെ ഓടിച്ചു വിടേണ്ട കാര്യം എന്താണ്? നിഷ്കരണം അതിക്രൂരമായിട്ട് അവരെ പിടിച്ച് പിന്നെ ചങ്ങലക്കിട്ട് പറഞ്ഞു വിടേണ്ട കാര്യം എന്താണ്? അമേരിക്ക ബിഗ്ഗാണ്, പിന്നെ അമേരിക്ക ഗ്രേറ്റ് മാത്രമല്ല ബിഗ് കൂടിയാണ്. അത് മനസ്സിലാക്കുന്നില്ല. ഈ ബൈഡൻ്റെ ഭരണകാലത്ത് അനിയന്ത്രിതമായിട്ട് ആളുകൾ വന്നതുകൊണ്ട് അത് നമുക്കും അലോസരമായിരുന്നു. അങ്ങനെ ആളുകൾ ആർക്കും നടന്നു കയറാവുന്നൊരു സ്ഥിതി. അപ്പോൾ പക്ഷേ ഇവിടെ വലിയ പ്രശ്നങ്ങളില്ലാതെ 25-30 വർഷമൊക്കെ ആയിട്ട് താമസിക്കുന്നവർ അവരെ പറഞ്ഞു വിടേണ്ട ആവശ്യം, അത് ഇത്ര ക്രൂരമായിട്ട് പറഞ്ഞു വിടേണ്ട ഒരു ആവശ്യം മനസ്സിലാവുന്നില്ല. അതിൽ ഏറ്റവും വിഷമകരമായിട്ട് ഈയിടയ്ക്ക് കണ്ടത് ഈ ചില ആളുകൾ ഇപ്പം വിവാഹത്തിനൊക്കെ ശേഷം ഏതെങ്കിലും വിസിറ്റിംഗ് വിസയിലൊക്കെ ആയിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് വിവാഹം കഴിക്കും. വിവാഹം കഴിച്ചതിന് ശേഷം ചിലർക്ക് കുട്ടികളുണ്ട്. എന്നിട്ട് അപ്പം അവരുടെ കെട്ടിയവനോ അല്ലെങ്കിൽ കെട്ടിയോടോ അവർക്ക് വേണ്ടി ഫയൽ ചെയ്യും, ഗ്രീൻ കാർഡിന് ഫയൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഫയൽ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ വിസയുടെ കാലാവധി കഴിഞ്ഞിരിക്കും. പക്ഷേ എന്നാലും സാരമില്ല, കാരണം അവർ ഗ്രീൻ കാർഡിന് ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഗ്രീൻ കാർഡ് ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ നിങ്ങൾ വിസ ഓവർ സ്റ്റേ ചെയ്തിട്ടുണ്ടോ, വിസ ഇല്ലാതെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട് എന്ന് പറഞ്ഞാൽ വക്കീൽ പറഞ്ഞാൽ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. അന്നേരത്തേക്ക് ഈ ഐസ് അധികൃതർ ചാടി വീണ് ഇവരെ പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഖേദകരമായ സംഭവങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു എണ്ണം വായിച്ചതാണ്. ഇവിടെ 50 വർഷമായിട്ട് ജീവിക്കുന്ന ഒരു ഹെയ്ത്തിയിൽ നിന്ന് വന്ന ആളാണെന്ന് തോന്നുന്നു. അപ്പോൾ അയാളെ സുഡാനിലേക്കോ ഏതോ ഒരു രാജ്യത്തേക്ക് വിട്ടിരിക്കുകയാണ്, ചങ്ങലയ്ക്കൊക്കെ വിട്ട്. അപ്പോൾ അയാൾ എഴുതിയിരിക്കുന്നത് ഈ അടിമകളെ കൊണ്ടുവന്നത് ഇതുപോലെയാണ്, ചങ്ങലയ്ക്കിട്ടും ഏതോ ഒരു രാജ്യത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അവർക്ക് യാതൊന്നും അറിയത്തില്ലാത്തൊരു രാജ്യത്തേക്ക് അതുപോലെയാണ് തന്നെയും കൊണ്ടുപോകുന്നത്. പക്ഷേ അതിലൊരു ഭാഗം അത് ന്യൂയോർക്ക് ടൈംസിലും ന്യൂയോർക്കർ മാസികയിലും വളരെ കണ്ണീർ കഥയായിട്ട് അവർ വളരെ വിവരിച്ച് അതിനെപ്പറ്റി എഴുതി. പക്ഷേ അതിൻ്റെ ഒരു വിശദീകരണം വന്നപ്പോൾ നമുക്ക് അത്ര വലിയ ദയമൊന്നും അയാളോട് തോന്നിയില്ല. അവരുടെ ഈ ഹോംലാൻഡ് സെക്യൂരിറ്റി വിശദീകരണം വന്നത് ഇയാളൊരു കൊലക്കേസിൽ 50 വർഷമായിട്ട് അമേരിക്കയിലാണെങ്കിലും കൊലക്കേസിൽ പ്രതിയായിട്ട് ഏതാണ്ട് 25 വർഷത്തോളം ജയിലിലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ ഗ്രീൻ കാർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പെർമനൻറ്റ് റെസിഡൻ്റാണ്, ഇത്രയും വർഷം മുമ്പ് വന്നെങ്കിലും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ പറഞ്ഞു വിടുന്നതിൽ തെറ്റില്ല. കുറ്റകൃത്യങ്ങൾ ചെയ്തവരും ഇവിടെ പറ്റാത്തവരും ഇവിടുത്തെ നിയമങ്ങൾ ലംഘിക്കുന്നവരും അവരെ പറഞ്ഞു വിടേണ്ടത് തന്നെയാണ് ഇവിടെയുള്ള ആളുകൾക്ക് സുരക്ഷിതത്തിന് വേണ്ടി. പക്ഷേ അതേസമയം തന്നെ ഇതൊന്നും ചെയ്യാത്തവരും പ്രായമുള്ള ആളുകളെയും സ്ത്രീകളെയും ഒക്കെ പറഞ്ഞു വിടുന്നത്. അതുകൊണ്ട് അമേരിക്ക പ്രത്യേകിച്ച് എന്താണ് നേടുന്നത്? ഈ കുറച്ച് പേരെ ഇങ്ങനെ പറഞ്ഞു വിട്ടുകൊണ്ട് എന്തെങ്കിലും നമ്മൾ നേടുന്നുണ്ടോ? അമേരിക്ക നേടുന്നുണ്ടോ? ഈ ഇല്ലീഗലായിട്ട് ആളുകൾ താമസിക്കരുത് എന്നുള്ളത് നേര് തന്നെ. പക്ഷേ എന്നാലും ഈ ഒരു മാനുഷിക പരിഗണന ഇവിടെയൊക്കെ വരേണ്ടതാണ്. എന്തായാലും ഈ താങ്ക്സ് ഗിവിങ് ദിനത്തിൽ നമ്മൾ എത്രമാത്രം ഭാഗ്യമുള്ളവരാണെന്ന് നമുക്ക് ആലോചിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിയമപരമായിട്ടൊക്കെ ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് അതിനുള്ളൊരു അവസരം കിട്ടി എന്നുള്ളത് തന്നെ വലിയൊരു കാര്യം, ഏറ്റവും അധികം നന്ദി പറയേണ്ട ഒരു കാര്യം തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നിയമാനുസൃതം ജീവിക്കാം, ഈ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാം. അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പരിശ്രമിക്കുക, ഈ രാജ്യത്തെ പൗരത്വം ഉള്ളപ്പോൾ. അതേസമയം തന്നെ നമ്മുടെ മാതൃരാജ്യത്തോടും നമ്മുടെ ആളുകളോടൊന്നും ഉള്ള കടപ്പാട് നമ്മൾ മറക്കാനും പാടില്ല.